ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അടുത്ത കുറച്ച് മിനിറ്റുകൾ നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളിൽ നിന്നൊരു ചെറിയ കാര്യം വേണം. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. കുറച്ച് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യൂ. ഫോണിൽ ഇങ്ങനെ താഴേക്കും മുകളിലേക്കും ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നത് ഒന്ന് നിർത്തുക. നാളെ എന്തൊക്കെ ചെയ്യണം, നാളത്തെ കാര്യങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഇപ്പോൾ വേണ്ട. ആ ഒരു തിങ്കിങ് പ്രോസസ്സ് തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതൊക്കെ വിട്ട് ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുക. കാരണം നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന കാര്യം നമ്മൾ സാധാരണ കാണുന്ന വെറും ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ അല്ല. എവിടുന്നോ കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്തു അത് കണ്ടു കഴിഞ്ഞ് അടുത്ത വീഡിയോയിലേക്ക് പോകാൻ ഇതൊരു സാധാരണ കണ്ടന്റ് അല്ല. ബാക്ക്ഗ്രൗണ്ടിൽ ചുമ്മാ ഇട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു ശബ്ദമല്ല ഇത്. ഇത് നിങ്ങളുടെ നെഞ്ചിനുള്ളിൽ, നിങ്ങളുടെ ഹാർട്ടിൽ ആഴത്തിൽ ഫീൽ ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ഷിഫ്റ്റ്, ഒരു റിലീസ് നിങ്ങളിപ്പോൾ അനുഭവിക്കാൻ പോവുകയാണ്. മാസങ്ങളായി, ചിലപ്പോൾ വർഷങ്ങളായി നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന, ലോക്കായിരുന്ന എന്തോ ഒന്ന് ഇന്ന് ഓപ്പൺ ആവാൻ പോവുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ആ മാറ്റം നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഔട്ടർ വേൾഡിൽ, അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള പുറം ലോകത്ത് എല്ലാ കാര്യങ്ങളും ആ ഒരു ഇന്നർ ചേഞ്ചിനനുസരിച്ച് തനിയെ റീഅറേഞ്ച് ആവാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ഒരു മൊമെൻറ്റ് നിങ്ങൾക്കായി മാത്രം പൂർണ്ണമായി മാറ്റിവെക്കൂ. വേണമെങ്കിൽ കണ്ണുകളൊന്ന് അടച്ചു പിടിക്കാം. കാരണം ഈ വീഡിയോ കണ്ടു തീരുമ്പോഴേക്കും നിങ്ങൾ ആ പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത അതേ വ്യക്തി ആയിരിക്കില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ മനസ്സുകൊണ്ട് പഴയൊരു ഓർമ്മയിലേക്ക് ഒന്ന് പോകാമോ? ഓർക്കുമ്പോൾ എപ്പോഴും ഉള്ളിൽ ചെറിയൊരു വിഷമമോ സങ്കടമോ തോന്നുന്ന ഒരു മൊമെൻറ്റ്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അത്രയധികം വേണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി മാത്രം ജീവിച്ചൊരു സമയം. രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കാൻ നേരത്തും നിങ്ങളുടെ മനസ്സിൽ ആ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യൂണിവേഴ്സിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചു, ചിലപ്പോൾ കരഞ്ഞ് യാചിച്ചു അതെനിക്ക് തരണേ എന്ന്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് എനർജി തരുമെന്ന് കരുതിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അത്. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ആയിരിക്കാം. കടങ്ങളും പണത്തിൻ്റെ ബുദ്ധിമുട്ടുകളില്ലാതെ, നെഞ്ചിൽ ഭാരമില്ലാതെ സമാധാനത്തോടെ ഒന്ന് ശ്വാസം വിടാൻ പറ്റുന്ന ഒരു അവസ്ഥ. അതല്ലെങ്കിൽ ഒരു കരിയർ ചേഞ്ച്, അതും അല്ലെങ്കിൽ രോഗങ്ങളിൽ നിന്നുള്ളൊരു ഹീലിംഗ്, അതും അല്ലെങ്കിൽ എവിടെ തിരിഞ്ഞിട്ടും കിട്ടാത്തൊരു സമാധാനം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളില്ലായിരുന്നു. എല്ലാ എഫേർട്ടും എടുത്തു, വിഷ്വലൈസേഷൻ ചെയ്തു, ജേണൽ എഴുതി, രാത്രി കിടക്കുമ്പോൾ അഫർമേഷൻസ് പറഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ടത് വന്നില്ല? നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ അത് എപ്പോഴും അകന്നുപോയി. കൈക്കുള്ളിൽ വെള്ളം കോരിയെടുക്കാൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നു അത്. എത്രത്തോളം ടൈറ്റായി പിടിക്കാൻ നോക്കുന്നോ അത്രത്തോളം വേഗത്തിൽ അത് കൈവിട്ടുപോയി. ഇനി ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാര്യം ഒന്ന് ചിന്തിക്കാവോ? നിങ്ങളുടെ ലൈഫിൽ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ എവിടുന്നോ പെട്ടെന്ന് സംഭവിച്ച മനോഹരമായ ഒരു അനുഭവം. നിങ്ങൾ അതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ചിലപ്പോൾ അത് കിട്ടില്ലെന്ന് കരുതി നിങ്ങൾ എപ്പോഴേ ഗിവ് അപ്പ് ചെയ്ത് കാണും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യം തന്നെ മറന്നുപോയിട്ടുണ്ടാവും. എന്നിട്ടും വളരെ എഫേർട്ട്ലെസ്സായി, പെർഫെക്റ്റായി ആ കാര്യം നിങ്ങളുടെ മുന്നിലെത്തി. നിങ്ങളതിനെ തിരിയുന്നത് നിർത്താൻ വേണ്ടി അത് കാത്തിരുന്ന പോലെ തിരച്ചിൽ നിർത്തിയപ്പോൾ അത് നിങ്ങളെ തേടി വന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ രണ്ട് മൊമെൻറ്റുകളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ രണ്ട് സാഹചര്യങ്ങളിലെയും എനർജി എത്രത്തോളം ഡിഫറൻ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം നിങ്ങളുടെ ലൈഫിനെ നോക്കിക്കാണുന്ന രീതി തന്നെ മാറ്റിക്കളയും. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യത്തിന് പുറകെ ചേസ് ചെയ്യുമ്പോൾ അത് നമ്മളിൽ നിന്നും കൂടുതൽ ഓടി അകലുന്നത്? അതേസമയം നമ്മളൊരു കാര്യത്തെ റിലീസ് ചെയ്യുമ്പോൾ, അതായത് ഫ്രീ ആയി വിടുമ്പോൾ, നദികൾ ഒഴുകി കടലിൽ എത്തുന്നത് പോലെ അത് നമ്മളിലേക്ക് തനിയെ ഫ്ലോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. വളരെ പവർഫുൾ ആയൊരു റീസൺ. അത് ഒരിക്കൽ നിങ്ങളുടെ ഉള്ളിൽ വ്യക്തമായാൽ, വെറുതെ തലച്ചോറിലല്ല, നിങ്ങളുടെ അസ്ഥിയിൽ അത് പതിഞ്ഞു പോയാൽ പിന്നീട് ജീവിതത്തിൽ ഒന്നിൻ്റെയും പുറകെ നിങ്ങൾ പാഞ്ഞു പോയില്ല. ഇതുവരെ ആരും നിങ്ങൾക്ക് ഇത് കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ല.
നിങ്ങളുടെ റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തനിയെ സംഭവിക്കുന്ന ഒന്നല്ല. നിങ്ങളുടെ റിയാലിറ്റി എപ്പോഴും നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥയോട് നിരന്തരം റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ സെക്കൻഡും നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം നിങ്ങളുടെ ഉള്ളിലെ വൈബ്രേഷൻ ഫീൽ ചെയ്യുകയും ഒരു പെർഫെക്റ്റ് മിറർ പോലെ, അതായത് ഒരു കണ്ണാടി പോലെ അത് നിങ്ങൾക്ക് തിരിച്ച് കാണിച്ചു തരികയും ചെയ്യുന്നു. നിങ്ങളുടെ വിഷൻ ബോർഡോ അല്ലെങ്കിൽ നിങ്ങൾ ഉള്ളിൽ ഫുൾ ഡൗട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ മെക്കാനിക്കലായി പറയുന്ന അഫർമേഷൻസോ ഒന്നും അല്ല ഈ ലോകം കാണുന്നത്. ആരും കാണാത്ത സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ജീവിക്കുന്ന യഥാർത്ഥ എനർജി സ്റ്റേറ്റ് എന്താണോ അതാണ് യൂണിവേഴ്സ് റീഡ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാര്യത്തിന് പിറകെ ഭ്രാന്തമായി നടക്കുമ്പോൾ, ഫോണിൽ ഒരു മെസ്സേജ് വരാൻ വേണ്ടി ഇടയ്ക്കിടെ റിഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ, ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് മാറിയോ എന്ന് നോക്കി ടെൻഷൻ അടിക്കുമ്പോൾ, രാത്രി ഉറങ്ങാതെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് സ്ട്രെസ് അനുഭവിക്കുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് കൊടുക്കുന്ന സിഗ്നൽ എന്താണെന്നറിയോ? എൻ്റെ കയ്യിൽ ഈ സാധനം ഇപ്പോൾ ഇല്ല, ഇത് കിട്ടാതെ ഞാൻ ഇൻകംപ്ലീറ്റ് ആവില്ല, ഇപ്പോഴുള്ള അവസ്ഥയിൽ ഞാൻ ഹാപ്പി അല്ല. യൂണിവേഴ്സ് ഒരു മിറർ ആയതുകൊണ്ട് അതിന് ഈ ഒരു കുറവിനെ മാത്രമേ നിങ്ങളുടെ മുന്നിൽ തിരിച്ചു തരാൻ പറ്റൂ. അങ്ങനെ കൂടുതൽ വെയിറ്റിങ്ങും കൂടുതൽ ദൂരവും മാത്രമേ നിങ്ങൾക്ക് റിസൾട്ടായി കിട്ടൂ. എന്നാൽ ഇവിടെയാണ് മാജിക് സംഭവിക്കുന്നത്. നിങ്ങൾ ആ ചേസിങ് നിർത്തുമ്പോൾ, കാര്യങ്ങളെ ഫ്രീ ആക്കി വിടുമ്പോൾ, അതായത് ലെറ്റ് ഗോ ചെയ്യുമ്പോൾ, എനിക്ക് അതില്ലെങ്കിലും കുഴപ്പമില്ല എന്ന സ്റ്റേറ്റിലെത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഫിസിക്കലായി തന്നെ ഒരു ഷിഫ്റ്റ് അനുഭവപ്പെടും. നിങ്ങൾ ആ ഇൻവിസിബിൾ ലൈൻ ക്രോസ് ചെയ്യുകയാണ്. എനിക്കത് വേണമെന്ന് കരുതി കരയുന്ന ആളുടെ എനർജിയിൽ നിന്നും ആ കാര്യം ഓൾറെഡി എൻ്റെ ലൈഫിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുടെ എനർജിയിലേക്ക് നിങ്ങൾ മാറും. ആ ഒരു ശാന്തത, ആ ഒരു കാം എനർജി, അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ മാഗ്നറ്റിക് ഫോഴ്സ്. ഇതാണ് മഹാനായ നെവിൽ ഗോഡാർഡ് നമ്മളോട് പറയാൻ ശ്രമിച്ചത്. നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാലുള്ള ആ ഫീലിങ്സ് ഇപ്പോൾ തന്നെ നിങ്ങളുടേതാക്കുക. ആ ബോധ്യം നിലനിർത്തിയാൽ അത് യാഥാർത്ഥ്യമായി മാറും. ആ വാക്കുകൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാവോ? അദ്ദേഹം അത് കിട്ടുമെന്ന് ആശിക്കാനല്ല പറഞ്ഞത്, വിഷ്വലൈസ് ചെയ്യാനും അല്ല പറഞ്ഞത്, അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടാനും പറഞ്ഞിട്ടില്ല. ആ ആഗ്രഹം ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന അവസ്ഥ. ഈ അസംഷൻ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടലല്ല, അത് പൂർണ്ണമായ ഉറപ്പാണ്. ആ ഒരു ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് തെളിവുകൾക്കായിട്ട് തിരയില്ല, യൂണിവേഴ്സിനോട് സൈൻ ചോദിച്ച് നടക്കില്ല, ഇതെപ്പോൾ വരും എന്ന് ഓർത്ത് ആലോചിച്ച് ഉറങ്ങാതിരിക്കില്ല. കാരണം നിങ്ങളുടെ മൈൻഡിലും ഹാർട്ടിലും ബോഡിയിലും ആ കാര്യം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഈ ഒരു തിരിച്ചറിവാണ് എല്ലാം മാറ്റുന്നത്. ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മടിയല്ല, തോറ്റുകൊടുക്കലും അല്ല, അത് ഈ പ്രപഞ്ചത്തിലുള്ള ഏറ്റവും വലിയ വിശ്വാസമാണ്. നക്ഷത്ര സമൂഹങ്ങളെയും സമുദ്രങ്ങളെയും നിങ്ങളുടെ സ്വന്തം ഹൃദയമിടിപ്പിനെയും ഒക്കെ സൃഷ്ടിച്ച ആ പ്രപഞ്ചത്തിനോട് നിങ്ങൾ പറയുകയാണ്, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഞാൻ നോക്കുന്നില്ല, കാരണം ഇത് എൻ്റേതാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ആ അവസ്ഥയിലെത്തിയാൽ റിയാലിറ്റി നിങ്ങൾക്ക് മുന്നിൽ വഴിമാറും. അങ്ങനെയെങ്കിൽ നമുക്കെങ്ങനെ ആ അവസ്ഥയിൽ എത്തിച്ചേരാൻ പറ്റും? വെറുതെ അഭിനയിക്കാതെ ഉള്ളിൽ ആഗ്രഹമുള്ളപ്പോൾ തന്നെ എങ്ങനെ ചേസിങ് നിർത്താൻ പറ്റും? എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക, കാരണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കംപ്ലീറ്റ് ആയി മാറ്റാൻ പോകുന്നതാണ്. ഇപ്പോൾ ഈ മൊമെന്റിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാത്ത ഒരു ടെൻഷനുണ്ട്. ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ ആൻസൈറ്റി, എന്തിൻ്റെയോ ഒരു കുറവ്. എന്തോ ഒന്ന് സംഭവിച്ചാലേ എനിക്ക് ഹാപ്പി ആവാൻ പറ്റൂ എന്നൊരു തോന്നൽ. ആ ഒരു ഭാരമാണ് നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ട നല്ല കാര്യങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ടെന്നൊന്ന് വിചാരിക്കുക. എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവുമോ? ഇല്ല. നിങ്ങൾ ഫോൺ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുമോ? ഇല്ല. യൂണിവേഴ്സ് എൻ്റെ പ്രാർത്ഥന കേട്ടോ എന്നോർത്ത് സങ്കടപ്പെടുവോ? ഇല്ല. പകരം നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ശാന്തതയായിരിക്കും. നെഞ്ചിൽ റിലാക്സേഷൻ ഫീൽ ചെയ്യും. കാര്യങ്ങളെല്ലാം അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള വഴിക്ക് നടക്കുന്നുണ്ടെന്നൊരു ബോധ്യം ഉണ്ടാകും. ആ ഒരു ഉറപ്പ് കാര്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാകേണ്ടതല്ല, അതിപ്പോഴേ ഉണ്ടാകുമ്പോഴാണ് ആഗ്രഹങ്ങളുടെ വാതിൽ തുറക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ഇതെവിടെ പോയി, എന്താ വരാത്തെ എന്ന ചിന്ത വരുമ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. ഒരു ദീർഘശ്വാസം എടുത്ത് ഉള്ളിൽ പൂർണ്ണ വിശ്വാസത്തോടെ പറയുക, ഇത് ഓൾറെഡി നടന്നു കഴിഞ്ഞു.
ആദ്യമൊന്നും നിങ്ങൾക്കിത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ പഴയ വിഷമത്തിന്റെ കഥകൾക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാതിരുന്നാൽ മതി. സംശയത്തിന്റെ കളകൾ വളർത്താതെ പുതിയൊരു ചിന്തയുടെ വിത്ത് നിങ്ങളുടെ മൈൻഡിൽ നടുക. നിങ്ങൾ തെളിവ് തിരയുന്നത് നിർത്തുമ്പോൾ തെളിവുകളുടെ ആവശ്യമില്ലാത്തൊരു വ്യക്തിയായി നിങ്ങൾ മാറും. ആ വേർഷനിലുള്ള നിങ്ങൾക്കാണ് എല്ലാം തേടി വരുന്നത്. ഇനി പറയാൻ പോകുന്ന ഭാഗത്താണ് പലരും പരാജയപ്പെടുന്ന ഇടം. ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ ആഗ്രഹങ്ങൾ റിലീസ് ചെയ്തു, എല്ലാം നടന്നു കഴിഞ്ഞു എന്ന് ഉള്ളിൽ തട്ടി പറഞ്ഞു. അത് കഴിഞ്ഞാൽ ലൈഫിൽ ഒരു ഗ്യാപ്പ് വരും. ചുറ്റും ഭയങ്കര സൈലൻസ് ആയിരിക്കും. ഒന്നും സംഭവിക്കാത്തതുപോലെ തോന്നും. ഫോൺ കോളുകളോ വലിയ മാറ്റങ്ങളോ ഒന്നും പെട്ടെന്നുണ്ടാകില്ല. വെറും നിശബ്ദത മാത്രം. ഈ സൈലൻസ് ആണ് ഈ പ്രോസസ്സിലെ ഏറ്റവും ഡേഞ്ചറസ് ആയ മൊമെന്റ്. കാരണം ഇവിടെയാണ് നിങ്ങളുടെ പഴയ നെഗറ്റീവ് മൈൻഡ് തിരിച്ചു വരുന്നത്. ഉള്ളിലെ ഡൗട്ടുകൾ പുറത്തു വന്ന് നിങ്ങളോട് പറയും, കണ്ടോ ഒന്നും മാറിയിട്ടില്ല, നീ വെറുതെ ഓരോന്ന് വിശ്വസിച്ചിരിക്കുകയാണ്, നിങ്ങൾ പണ്ടത്തെ അതേ സ്ഥാനത്ത് തന്നെയാണെന്ന് പറയും. ആ ഒരു കൃത്യ മൊമെന്റിൽ നിങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ നെഗറ്റീവ് വോയിസ് കേട്ട് പാനിക്കായിട്ട് പഴയതുപോലെ ചേസിങ്ങും കൺട്രോളിങ്ങും ഒക്കെ തുടങ്ങാം. അല്ലെങ്കിൽ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയ കാര്യം ചെയ്യാം. അതായത് ജസ്റ്റ് ഒന്നും ചെയ്യാതിരിക്കുക. ആ സൈലൻസിൽ ശാന്തമായിരിക്കുക. ആ ആകാശത്ത് മേഘങ്ങൾ വന്നു പോകുന്നത് പോലെ സംശയങ്ങൾ വന്നു പോട്ടെ. അത് താൽക്കാലികം മാത്രമാണ്. അതിനോട് ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തർക്കിക്കാനോ നിൽക്കണ്ട. അത് കടന്നു പോകുന്നത് ജസ്റ്റ് നോക്കി നിൽക്കുക. അതിൻ്റെ കൂടെ അങ്ങ് പോകാതിരിക്കുക. കാരണം ആ ഭയപ്പെടുത്തുന്ന നിശബ്ദത എന്ന് പറയുന്നത് ശൂന്യതയല്ല, പരാജയവുമല്ല. യൂണിവേഴ്സ് നിങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി കാര്യങ്ങൾ റീഅറേഞ്ച് ചെയ്യുന്ന സമയമാണ്. നിങ്ങളുടെ പഴയ വേർഷനിൽ നിന്നും പുതിയ വേർഷനിലേക്കുള്ള ഒരു പാലമാണത്. താഴേക്ക് നോക്കാതെ മുന്നോട്ട് നടക്കുക എന്നതാണ് അതിനെ മറികടക്കാനുള്ള ഒരേ ഒരു വഴി. ഈ സൈലൻസിനെ നിങ്ങൾ സർവൈവ് ചെയ്യാൻ പറ്റിയ, പുറത്ത് തെളിവുകളൊന്നും കാണാനില്ലെങ്കിലും ഉള്ളിലെ ആത്മവിശ്വാസം മുറുകെ പിടിക്കാൻ പറ്റിയാൽ നിങ്ങൾ അൺസ്റ്റോപ്പബിളായി മാറും. കാണുന്ന കാര്യങ്ങളെ മാത്രം വിശ്വസിക്കുന്ന ആളല്ല നിങ്ങളെന്ന് തെളിയും. അങ്ങനെയുള്ള ആളുകളുടെ ലൈഫിൽ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് തികച്ചും സാധാരണ ഒന്നായിട്ട് മാറും. ഇനി ഇതിന്റെ ഫൈനൽ പാർട്ട് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഈ മാറ്റത്തെ നിങ്ങളുടെ ലൈഫിൽ സ്ഥിരമാക്കാൻ പോകുന്നത്. നിങ്ങൾ ചേസിങ് നിർത്തി സൈലൻസിനെ അതിജീവിച്ചു. ഇനി നിങ്ങളുടെ ജീവിത രീതി തന്നെ മാറ്റേണ്ട സ്റ്റെപ്പാണ്. ആഗ്രഹം ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന രീതിയിൽ വേണം നിങ്ങൾ ജീവിക്കാൻ, ശ്വസിക്കാൻ, സംസാരിക്കാൻ, തീരുമാനങ്ങൾ എടുക്കാൻ. നാളെയല്ല, തെളിവുകൾ വരുമ്പോഴും അല്ല, ഇപ്പോ, ഈ നിമിഷം മുതൽ. ഇതൊരു അഭിനയമല്ല. നിങ്ങളുടെ ഹൃദയത്തിനറിയാം ആ മാറ്റം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞുവെന്ന്. നിങ്ങളുടെ ലൈഫിൽ സമൃദ്ധി ഉണ്ടാകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് പാവപ്പെട്ടവനെ പോലെ ജീവിക്കുന്നത്? റൂമിലേക്ക് നടന്നു വരുമ്പോൾ പോലും ആ ഒരു കോൺഫിഡൻസിൽ വരിക. കുറവുകളിൽ നിന്നല്ല, എല്ലാം ഉണ്ടെന്ന ഫുൾനെസ്സിൽ നിന്ന് തീരുമാനം എടുക്കുക. ഉള്ളിൽ ഒന്നിനും ഒരു കുറവുമില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടു നടക്കുക. ഒരനുഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ പോസിറ്റീവ് ഇമോഷൻ നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ ബ്രെയിനിലെ ന്യൂറൽ പാത്വേസിനെ റീവയർ ചെയ്യും. ഇത് റിയൽ ആണെന്ന് നിങ്ങളുടെ നെർവസ് സിസ്റ്റം വിശ്വസിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ബ്രെയിൻ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ തുടങ്ങും. നിങ്ങളുടെ എനർജി മാറുന്നത് ചുറ്റുമുള്ളവർക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ മുട്ടാത്ത വാതിലുകൾ പോലും നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. ഇത് മാജിക് ഒന്നുമല്ല, ഇത് സയൻസ് ആണ്. നിങ്ങൾ വെറുതെ ഒരു പുതിയ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ ആ എനർജിയായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നൊരു ജോലിയല്ല, അത് നിങ്ങളുടെ ഒരു സ്വഭാവമായിട്ട് മാറും. അതുകൊണ്ട് മനസ്സിലാക്കുക, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല. കൂടുതൽ വിഷ്വലൈസ് ചെയ്യുന്നതോ പെർഫെക്റ്റ് ടെക്നിക് നോക്കിയോ കൊണ്ട് കാര്യമില്ല. അത് ഒരൊറ്റ കാര്യമാണ്. ആ ആഗ്രഹം ഓൾറെഡി നടന്ന വ്യക്തിയായി നിങ്ങൾ മാറുക. എന്നിട്ട് യൂണിവേഴ്സിന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കുക. നിങ്ങളുടേതായ കാര്യത്തിന് പുറകെ വെറുതെ ഓടുന്നത് നിർത്തൂ. ആ സമൃദ്ധമായ യൂണിവേഴ്സിനോട് എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞ് കരയുന്നത് നിർത്തൂ. എപ്പോൾ ആശ്വാസത്തോടെ ഒരു ദീർഘശ്വാസം എടുത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ ഇതിനെ വിശ്വസിക്കുന്നു, ഇത് നടന്നു കഴിഞ്ഞു എന്ന് പറയുന്നു, ആ മൊമെൻറ്റിൽ നിങ്ങളുടെ ലൈഫിലെ തടസ്സങ്ങളെല്ലാം ബ്രേക്ക് ചെയ്യപ്പെടും. നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ ലൈഫ് മാറി മറിയും. നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും സമയം എത്രയാണെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും ഓർക്കുക, നിങ്ങൾ തകർന്നു പോയിട്ടില്ല. നിങ്ങൾ ആരുടെയും പുറകിലും അല്ല. നിങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടിട്ടുമില്ല.
നിങ്ങൾ കാണുന്ന ആ ലൈഫ് എവിടെയോ ദൂരെയല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിനി പുതിയൊരു പുസ്തകത്തിൻ്റെയോ കോഴ്സിൻ്റെയോ ഒന്നും ആവശ്യമില്ല, ആരുടെയും പെർമിഷനും വേണ്ട. ഈ നിമിഷത്തിൽ ഒരൊറ്റ പവിത്രമായ തീരുമാനം എടുക്കുക. സ്വന്തം ലൈഫിനോട് ഫൈറ്റ് ചെയ്യുന്നത് നിർത്തി ലൈഫിനെ നിങ്ങളിലേക്ക് ഫ്ലോ ചെയ്യാൻ അനുവദിക്കുക. ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മാറ്റം തോന്നിയെങ്കിൽ, ഹൃദയത്തിൽ ചെറിയൊരു വെളിച്ചം കണ്ടെങ്കിൽ, ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപില്ലാത്ത ഒരു ആശ്വാസം ഇപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ബഹുമാനിക്കുക. ആ നിമിഷം വെറുതെ കളയരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉറപ്പിച്ചു നിർത്താൻ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ വിട്ടുകൊടുക്കുന്നു, എല്ലാം എന്നിലേക്ക് ഒഴുകിയെത്തുന്നു. അത് ഉള്ളിൽ തട്ടി പറയൂ. നിങ്ങളുടെ ഭാവി ഇത് കേൾക്കുന്നുണ്ടെന്ന ഉറപ്പോടെ, കാരണം അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്